തൃശൂർ കൊടകരയിൽ കെട്ടിടം തകർന്ന് അന്യസംസ്ഥാന തൊഴിലാളികളായി 3 പേർ കെട്ടിടത്തിനടിയിലായി. അതിൽ രണ്ടാമത്തെ ആളിനെയും പുറത്തെടുത്തു. ഇനി മൂന്നാമത്തെ ആളിനെ പുറത്തെടുക്കുന്ന ശ്രമങ്ങൾ നടക്കുന്നു. വിശദവിവരങ്ങളുമായി ലിഷോയ് ചേരുകയാണ്. ലിഷോയ്, എന്താണ് സ്ഥലത്തെ അവസ്ഥ ഇപ്പോൾ? സ്ഥലത്തിപ്പോൾ ഈ സ്ലാബ് പൂർണ്ണമായും മറിച്ചിട്ടിട്ടുണ്ട് ഇവിടെ നിന്നും. ഇനിയിപ്പോൾ ഇതിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അലീം എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. പക്ഷേ അദ്ദേഹം കൂടുതലായും അതായത് പൂർണ്ണമായും മണ്ണിനടിയിലും ഈ സ്ലാബിനടിയിലും ഒക്കെ തന്നെ ആയതിനാൽ തന്നെ അദ്ദേഹത്തെ പുറത്തെടുക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. അതാണിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തേക്ക് മണ്ണും മറ്റുമൊന്നും തന്നെ വീഴാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സ്ലാബ് മാറ്റാതെ തന്നെ ഇവിടെ നിന്നും അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാനായി കഴിയില്ല. അലീം എന്ന് പറയുന്ന വ്യക്തിയാണ് നിലവിൽ ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ആളെ ആശുപത്രിയിലേക്ക്, രാഹുലിനെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ആശുപത്രിയിൽ കൊണ്ടുപോയ രാഹുലിന് ശവാഹമായ പുരോഗതികളാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ അലീം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ഇപ്പോൾ മൂന്നാമതായി ഇതിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അദ്ദേഹത്തെ കണ്ടെത്താനായാണ് ഈ തീവ്ര ശ്രമം നടക്കുന്നത്. കാരണം ഈ സ്ലാബുകൾക്ക് ഏറ്റവും അടിയിലാണ്, അതിൻ്റെ മണ്ണിനും ഒക്കെ തന്നെ ഇടയിലാണ് ഈ അലീം കിടക്കുന്നത്. അതാണ് ഈ ഇവിടെ നിന്ന് പുറത്തെത്തിക്കാനായുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രതിസന്ധി എന്ന് പറയുന്നത്. സാർ, ഇപ്പോഴത്തെ ഒരു ഇത് എന്താണ് പ്രതിസന്ധി? ഈ ഭാഗത്ത് എന്തായാലും കണ്ടില്ല, ആളെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭാഗത്ത് ഈ ഭാഗത്ത് കുറച്ചുകൂടെ നീക്കി നോക്കാന്നുള്ള ആദ്യഘട്ടത്തിൽ ആളുടെ ശരീരഭാഗം കണ്ടിരുന്നില്ല. ആദ്യം കണ്ടിരുന്നത്, പക്ഷെ അത് തുണി മാത്രമായിരുന്നു. ആ ഭാഗത്ത് ഈ പോർഷൻ തള്ളി നോക്കിയിട്ട് മണ്ണിന് അടിയിൽ പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ? ചിലപ്പോ എന്തായാലും ഈ പോർഷൻ കൂടെ നീക്കാൻ കഴിയുന്നത് നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഫയർ ഓഫീസറുമായാണ് സംസാരിച്ചത്. അദ്ദേഹം ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. അതായത് മണ്ണിനടിയിൽ ആദ്യം കണ്ടത് ആ അലീമിൻ്റെ വസ്ത്രമായിരുന്നു. പക്ഷേ ആളെ കണ്ടെത്താനായി കഴിഞ്ഞില്ല. വസ്ത്രം കണ്ടെത്തിയപ്പോൾ ആളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പക്ഷേ അതല്ലായിരുന്നു, വസ്ത്രത്തിനോട് ചേർന്ന ആളില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഈ സ്ലാബ് ഇവിടെ നിന്ന് മാറ്റി കൂടുതൽ മരക്കഷ്ണങ്ങൾ വെച്ച് ഉയർത്തി, കൂടാതെ മണ്ണുൾപ്പെടെയുള്ളവ നീക്കം ചെയ്ത് അങ്ങനെ ഈ അലീമിനെ കണ്ടെത്താനായുള്ള ഒരു ശ്രമങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. എന്തായാലും വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഭാഗത്ത് നിന്ന് ഇവിടെ നടക്കുന്നത്. അതായത് ഈ മണ്ണിനടിയിൽ ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് അറിയാത്തതാണ് ഒരു പ്രതിസന്ധി ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും നേരിടുന്നത്. മൂന്നാമത്തെ ആളെ കൃത്യമായി എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതാണ് ഈ പെട്ടെന്ന് എല്ലാ മാറ്റി നോക്കാനായി കഴിയാത്തൊരു സ്ഥിതി എന്തായാലും ഉള്ളത്. അതാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വീണ്ടും നടക്കുകയാണ്. നേരത്തെ കണ്ടെത്തിയത് ആ മൂന്നാമതുള്ള ആ വ്യക്തിയല്ല, അലീമല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്, പാൻറ് ഉൾപ്പെടെയുള്ളവയാണ് കണ്ടെത്തിയതെന്നുള്ളതാണ് പറയുന്നത്. ശരി ലിഷോയി, മൂന്നാമത്തെ ആളിന് വേണ്ടി ആണ് ഇപ്പോൾ ശ്രമകരമായ ദൗത്യം പുരോഗമിക്കുന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് സ്ലാബിൻ്റെ ഒരു ഭാഗം അടർത്തി മാറ്റിയിട്ടുണ്ട്. മറുഭാഗവും ഇപ്പോൾ ഉയർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിനടിയിലാണ് മൂന്നാമത്തെ ആൾ ഉള്ളതെന്നാണ് കണക്കാക്കുന്നത്. നേരത്തെ കണ്ടത് വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. വസ്ത്രത്തിൻ്റെ ഭാഗത്തോട് ചേർന്ന് അലീം ഉണ്ട് എന്ന് കരുതിയിരുന്നെങ്കിലും കണ്ടെത്താനായില്ല. അലീം ഉണ്ടായിരുന്നില്ല, അത് വസ്ത്രം മാത്രമായിരുന്നു. ഇനി തുടർന്ന് ഈ സ്ലാബ് വീണ്ടും ഉയർത്തിയ ശേഷമായിരിക്കും മൂന്നാമത്തെ ആളിനെ പുറത്തെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ കരുതുന്നത്. അതിനായുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരാളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് മുർഷിദാബാദ് സ്വദേശിയായ രൂപേലിൻ്റേതാണ്. രണ്ടാമത്തെ ആളുടെ ആരോഗ്യത്തിൽ ആശാവഹമായ മാറ്റമുണ്ട് എന്നതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ആശുപത്രിയിലാണ് ഉള്ളത്. സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ ഒഴികെ ബാക്കി എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്.